ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളെ പേടിയാണോ? ഇത്തരത്തിലുള്ള ഒരു ചർച്ച കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നടന്നു. ഏഷ്യാനെറ്റിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ. ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് നടത്തുന്നത്. അതിൻ്റെ അകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 12 വർഷത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പത്രലേഖകരെ വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അതേസമയത്ത് മുൻ പ്രധാനമന്ത്രിമാർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ്, അദ്ദേഹമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്തിയത്. അതായത് 110-ന് മുകളിൽ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം 10 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. അതുപോലെ ജവഹർലാൽ നെഹ്റു ഏതാണ്ട് 75ഓളം പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 5 വർഷം മാത്രം തുടർന്ന രാജീവ് ഗാന്ധി ഏതാണ്ട് 10, 55, 60 പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. വാജ്പേയി മോദിയുടെ പാർട്ടിക്കാരൻ തന്നെയായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 70ഓളം പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു വലിയ കണക്കും ഉണ്ണി ബാലകൃഷ്ണൻ ഈ സർജിക്കൽ സ്ട്രൈക്ക് പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നു, മോദിക്ക് മാധ്യമങ്ങളെ പേടിയാണോ, അതുകൊണ്ടാണോ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്താത്തതെന്നും ചോദിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇതിന്റെ ഫലമായിട്ട് കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇന്ന്, അതായത് ഇങ്ങനൊരു ഇൻഡെക്സ് ഉണ്ട് ലോകത്ത്, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അത് ഉണ്ടാക്കുന്നത്. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയും, മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. അതിൽ ഇന്ത്യയുടെ റാങ്ക് 180ഓളം രാജ്യങ്ങളുള്ളതിൽ 157ആണ്, 157 ആണ്. ഇന്ത്യയുടെ റാങ്കിനേക്കാളും ബെറ്റർ ആണ് പാകിസ്ഥാന്റെയും അതുപോലെ ബംഗ്ലാദേശിന്റെയും ഒക്കെ റാങ്ക് എന്ന് പറഞ്ഞാൽ. അവരൊക്കെ മത അധിഷ്ഠിതമായിട്ടുള്ള രാജ്യങ്ങൾ. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് മതാധിഷ്ഠിത രാജ്യമല്ല, പക്ഷേ അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ അങ്ങനെയാണ്. പാകിസ്ഥാൻ പക്ഷേ മതാധിഷ്ഠിതമായ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ റാങ്ക് പോലും ഈ പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയെക്കാളും മുന്നിലാണ് എന്നും അദ്ദേഹം അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ മോദി പൊതുവെ പത്രലേഖകരെ അഭിമുഖീകരിക്കാൻ വിമുഖൻ, അതായത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ പേടിയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവർ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ മോദി മാധ്യമങ്ങളെന്നും അഭിമുഖീകരിക്കാതെ മാധ്യമങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായതുകൊണ്ട് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ റാങ്ക് പിന്നോക്കം പോയതാണ്. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും എൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിലേക്കും പോകാം. ഞാൻ ഈ രാജ്യത്തെ പൗരനെന്നുള്ള നിലയിൽ നമ്മൾക്കിത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ മാധ്യമങ്ങളെ ഒട്ടും പേടിയില്ലാത്ത രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദി മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ, മാധ്യമങ്ങളെ പേടിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഇതിനെക്കുറിച്ച്. കാരണം മറ്റൊന്നുമല്ല, മാധ്യമങ്ങളെ പേടിക്കാതെ, മാധ്യമങ്ങളെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടും ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ ഒരു പരിലാളനയും ഏറ്റുവാങ്ങാതെ അധികാരത്തിൽ വരാമെന്നും അത് തുടർച്ചയായിട്ട് നിലനിർത്താമെന്നും തെളിയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് മോദിയാണ്. ആദ്യത്തെയും ഇപ്പം നിലവിലുള്ളതുമായിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് മോദിയാണ്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 2014 വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മുഖ്യധാര മാധ്യമങ്ങളുടെയും സപ്പോർട്ടില്ലായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം ഹിന്ദി മാധ്യമങ്ങളൊക്കെ ഗോദി മീഡിയ എന്നൊക്കെ പലരും വിളിച്ച് കളിയാക്കാറുണ്ട്. പക്ഷെ ആ മീഡിയാസ് പോലും അന്ന് മോദിക്ക് എതിരായിരുന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ എതിരാവുന്നതിനൊരു കാരണമുണ്ട്. ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ നിരന്തരമായിട്ട് വിചാരണ ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ പേരിൽ മാധ്യമങ്ങളുമായിട്ട് മുമ്പ് മോദി പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുകയും മാധ്യമങ്ങളോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചൊക്കെ ചരിത്രമുണ്ട്. ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയ സമയത്തും ആകുന്നതിന് മുമ്പും ഒക്കെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു പീരീഡിൽ, ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹവും മാധ്യമങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ US വിസയൊക്കെ നിഷേധിക്കപ്പെടുന്നതിൽ ചില മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെ പങ്കുണ്ടെന്നൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞ പീരീഡിൽ, ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് മാധ്യമങ്ങളും മോദിയായിട്ടുള്ള ബന്ധം വളരെ വഷളാകുന്നതും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങൾ അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. മാധ്യമങ്ങളുടെ ഒരു പിന്തുണയും 2014 ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു, എക്സെപ്റ്റ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇന്നത്തെ മാധ്യമം, ന്യൂ ജനറേഷന്റെ മാധ്യമം ആയിട്ട് വളർന്ന ഈ സോഷ്യൽ മീഡിയ അല്ലാതെ മറ്റൊരു മീഡിയയും അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം 2014 ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പം, അല്ലെങ്കിൽ രാഷ്ട്രീയ സുനാമി ഇന്ത്യയിൽ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയിൽ 1984 ശേഷം ആദ്യമായിട്ട് ഭൂരിപക്ഷത്തോടുകൂടി ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു. 1984 രാജീവ് ഗാന്ധി 400-ൽ കൂടുതൽ സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സഹതാപ തരംഗമാണ് അദ്ദേഹത്തിന് അത്രയും വലിയ ഭൂരിപക്ഷം നേടാൻ സഹായിച്ചത്. അതിനുശേഷം 2014 വരെ, മോദിയുടെ കാലം വരെ ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. പക്ഷേ മോദിക്ക്, അല്ലെങ്കിൽ മോദി നേതൃത്വം കൊടുത്ത BJPക്ക് 2014 ഇലക്ഷനിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ സോഷ്യൽ മീഡിയ വഴി മാത്രം ക്യാമ്പയിനിങ് നടത്തി അധികാരം പിടിച്ചെടുക്കാം, ഒറ്റയ്ക്ക് തന്നെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാമെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് അവിടെ. പിന്നീട് അത് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കാണണം. അതിനുശേഷം പിന്നെ അദ്ദേഹം
ഒരു മാധ്യമങ്ങളെയും ഒരു രീതിയിലും അടുപ്പിക്കാതായി. അതിനുശേഷം അത് തുടർച്ചയായിട്ട് ഇന്ത്യയിൽ പല പല ഇലക്ഷനുകൾ വിജയിക്കുന്നുണ്ട്. 2019 ലോക്സഭാ ഇലക്ഷനിൽ 14-നെക്കാളും കൂടുതൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുന്നു. 24 ലോക്സഭാ ഇലക്ഷനിൽ കുറച്ച് സീറ്റുകൾ കുറയുന്നുണ്ടെങ്കിലും അപ്പോഴും BJP ഒരു വലിയ സീറ്റ് കൗണ്ടുള്ള 240ഓളം സീറ്റുള്ള പാർട്ടിയായിട്ട് ഇന്ത്യയിൽ തുടരുന്നു. ഒപ്പം ഇതിനിടയിൽ എത്രയോ സംസ്ഥാനങ്ങളിലെ ഭരണം അവർ നിലനിർത്തുകയോ പുതുതായിട്ട് പിടിച്ചെടുക്കുകയോ ചെയ്തു. ഇതിലൊന്നും അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംവദിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു പത്രസമ്മേളനം നടത്തുകയോ ഒന്നും ചെയ്യാതെയാണ് ഇത് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരിൽ ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ മാധ്യമങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് വിജയം കൈവരിച്ചത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മാധ്യമങ്ങളെ പേടിയില്ല എന്നാണ്. അപ്പം അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പേടിയാണെന്ന് വെച്ചാൽ പേടിയില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ മാധ്യമങ്ങളെ പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറച്ചൊക്കെ ഒന്ന് ലാളിച്ചും അല്ലെങ്കിൽ അവരെ ഒന്ന് പിന്നീട് കൺസിഡർ ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ ഏത് രാഷ്ട്രീയ നേതാവും ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ജനാധിപത്യത്തിന് ഇത് ഭൂഷണമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ജനാധിപത്യത്തിൽ നമ്മൾ പത്രസമ്മേളനങ്ങൾ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരോ മസ്റ്റായിട്ട് നടത്തിക്കൊള്ളുമെന്ന് എങ്ങും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമില്ല. പ്രധാനമന്ത്രി പത്രസമ്മേളനം വിളിച്ചു കൂട്ടണം, പ്രധാനമന്ത്രി പത്രസമ്മേളനത്തിൽ കൂടെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും ഗവൺമെൻറ്റിൻ്റെ ഓരോരോ കാര്യങ്ങളുള്ള സ്റ്റാൻഡുമൊക്കെ ഇന്ത്യയോട് അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു വരണമെന്നൊരു നിയമമില്ല. അപ്പം പിന്നെ എന്തിനാണ് ഈ പത്രസമ്മേളനങ്ങൾ നിരന്തരമായിട്ട് പ്രധാനമന്ത്രിമാർ മുൻപുള്ളവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും സുതാര്യത നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് അത് ആവശ്യമാണ് എന്നും പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു സംശയം, ആ സംശയം ആണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഇനി ഒരു ചെറിയ പീരീഡിൽ 5 വർഷം മാത്രം ഭരിച്ച ഏറ്റവും കൂടുതൽ പത്രസമ്മേളനങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഇനി BJPയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പേയിയും അത്യാവശ്യം പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 3 പ്രധാനമന്ത്രിമാരുടെ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ കാലഘട്ടം ഏതായിരുന്നു വെച്ചാൽ 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച UPA ഗവൺമെൻറ് കാലഘട്ടമാണെന്ന് അത് കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് പോലും സമ്മതിക്കും. ആ 10 വർഷം കൊണ്ടാണ് കോൺഗ്രസിന് അഡ്രസ്സ് ഇല്ലാതെ ഇന്ത്യയിൽ മാറുന്നത്. കാരണം ഇന്നും അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരാത്തതിൻ്റെ കാരണം അന്ന് നടന്ന അഴിമതികളുടെ ആ ഒരു ദുസ്വപ്നം ഇന്നും കോൺഗ്രസിനെയും വേട്ടയാടുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങളെയും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്നതിന് ഉത്തരവാദി പോലും ആയിരിക്കില്ല, പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ദുരിതം പേർന്ന അദ്ദേഹമാണ്. കാര്യം അദ്ദേഹത്തിന് ഇന്നും ആ ഒരു അഴിമതിയുടെ വീപ്പ് ഫണ്ടത്തിന്റെ ബാഗേജ് അദ്ദേഹത്തിൻ്റെയും ചുമലിലുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ചുമലിലുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ തകർന്ന് ദേശീയ രാഷ്ട്രീയത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് പോകാൻ കാരണം. അപ്പോൾ കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം അഴിമതി, ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങുന്നതിനുള്ള അഴിമതി, ISRO ദേവാസ് സ്പെക്ട്രം ട്രാൻസ്ഫറിൽ നടന്ന അഴിമതി, അങ്ങനെ അഴിമതികൾ. അപ്പോൾ ഈ പ്രധാനമന്ത്രി പിന്നീട് നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തിയത് മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ആ മൻമോഹൻ സിംഗ് അങ്ങനെ പത്രസമ്മേളനങ്ങൾ നടത്തിയത് വഴി ട്രാൻസ്പെറൻസി കൂടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ കൂടും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്പോൾ ഈ പറഞ്ഞ അഴിമതികളെ ഒന്നും നടക്കരുതായിരുന്നു. ഈ പറഞ്ഞ നിരന്തര പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ ഇത്രയും വലിയ അഴിമതികൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയ മറ്റൊരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ബോഫോഴ്സ് എന്ന് പറയുന്ന അഴിമതി. അതിന്റെ പേരിൽ അദ്ദേഹം 1989 അധികാരത്തിൽ നിന്ന് പുറത്തുപോവുകയും ചെയ്യുന്നുണ്ട്. 1989 അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പം ബോഫോഴ്സ് അഴിമതി നടന്ന അദ്ദേഹത്തിന്റെ കാലത്താണ്. വാജ്പേയി BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് അഴിമതി കഥകളൊന്നും ഇല്ലായിരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ശവപ്പെട്ടി കുംഭകോണം പോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ അഴിമതി അല്ലെങ്കിൽ ഇത് ട്രാൻസ്പെറൻസി അതും പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനം തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. പിന്നെന്താണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പീരീഡിൽ, ഈ പറഞ്ഞ 2014 പീരീഡിൽ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ പോളിസീസ്, ഇതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ബ്രീഫിംഗ് നടത്തുന്നുണ്ട്. ഒപ്പം നമുക്ക് PIB ഉണ്ട്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ഉണ്ട്. ഇവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ പോളിസീസും നയങ്ങളും എല്ലാം മാധ്യമങ്ങളോട് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു പരാതി ഇതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഈ സർജിക്കൽ സ്ട്രൈക്ക് പറയുന്നത് വിദേശത്ത് അദ്ദേഹം പോകുമ്പോൾ മാധ്യമങ്ങളെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടൊരു വിദേശ പര്യടനം നടത്തുന്നത് മോദിയുടെ മുൻഗാമിയായിരുന്ന വാജ്പേയി ഭരിക്കുമ്പോഴാണ്. വാജ്പേയി എന്നെ കൂടെ, എനിക്കത് ദുബായിലോ മറ്റോ അതോ അമേരിക്കയിലോ ആണോ മറ്റേ ഏതോ ഒരു രാജ്യം പറഞ്ഞു,
ദുബായ് അങ്ങനെ എനിക്ക് തോന്നുന്നു UAE സന്ദർശനമോ അതിന്റെ ഭാഗമായിട്ടുള്ള ദുബായ് സന്ദർശനം അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു പുള്ളി പറയുന്ന. അപ്പം അദ്ദേഹത്തോട് വാജ്പേയിയോടൊപ്പമാണ് ഈ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റ് പ്രതിനിധിയായിട്ട് അന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ആദ്യത്തെ വിദേശ സന്ദർശനം നടത്തുന്നത് പറയുന്നുണ്ട്. പിന്നെ നിരവധി വിദേശ സന്ദർശനങ്ങൾ മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ ഈ പത്രലേഖകർക്ക് കിട്ടിയപ്പോൾ എനിക്കും അങ്ങനെ കുറെ സ്ഥലത്ത് അമേരിക്കയിലും കാനഡയിലും ഒക്കെ മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ പോകാൻ പറ്റിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പത്രപ്രവർത്തകരെ ഈ പ്രധാനമന്ത്രി പോകുന്ന വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വിമാനം ചാർട്ടർ ചെയ്ത ഒരു വലിയൊരു സമൂഹം പത്രപ്രവർത്തകരെ കൊണ്ട് പോകുന്നതിനൊക്കെ ഈ പറഞ്ഞ സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം ന്യായീകരണം കൊടുക്കുന്നുണ്ട്. പറയുന്ന ന്യായീകരണം എന്താണെന്ന് അറിയാം. നമ്മളെ ഗവൺമെന്റ് ഒരുപാട് എഗ്രിമെന്റുകളൊക്കെ വിദേശത്ത് പോയി മറ്റു രാഷ്ട്ര തലവന്മാരുമായിട്ട് സംസാരിച്ച് അവിടെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. ആ എഗ്രിമെന്റുകളെ കുറിച്ച് ഒരു നല്ല പിക്ചർ മാത്രമേ മാധ്യമങ്ങൾക്ക് ഗവൺമെന്റ് എപ്പോഴും കൊടുക്കുകയുള്ളൂ. അതിന്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിപ്പോ ജൂലൈ 15 ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയം ഇന്നത്തെ ഹിന്ദു പത്രത്തിലൊരു എഡിറ്റോറിയലുണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഈ 2 രാജ്യങ്ങളിലേക്ക് മോദി നടത്തിയ വിദേശ സന്ദർശനത്തിനെ കുറിച്ചും അവിടെ ഉണ്ടായ ഔട്ട്കംസിനെ കുറിച്ചും അതിന് വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തിക്കൊണ്ട് അതിലെ നല്ല കാര്യങ്ങളെ മോശം കാര്യങ്ങളെ കുറിച്ച് ഹിന്ദു ഒരു എഡിറ്റോറിയൽ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടി. മോദി ഹിന്ദുവിൻ്റെ ആൾക്കാരെയോ മറ്റു മാധ്യമ പ്രവർത്തകരൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ സ്റ്റിൽ ANI അതുപോലെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള ദേശീയ മാധ്യമങ്ങൾ അതുപോലെ പ്രസാർ ഭാരതിയുടെ പ്രതിനിധികൾ ഇവരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ പറഞ്ഞ ഇതുവരെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്തേക്ക് നടത്തിയ പല ടൂറുകളിലും അല്ലെങ്കിൽ ട്രിപ്പുകളിലും ഉണ്ടായ എഗ്രിമെന്റിനെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അനാലിസിസ് എപ്പോഴും പല പത്രങ്ങളിലും വരാറുണ്ട്, മലയാളം പത്രങ്ങളിൽ ഉൾപ്പെടെ. അതിന് മാധ്യമങ്ങളെ കൂടെ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി. ഈ മാധ്യമങ്ങളെ യഥാർത്ഥ പ്രശ്നം ഇതൊന്നും അല്ല. ഈ മാധ്യമങ്ങളെ കൂടെ കൂട്ടുക, അതുവഴി ഇവർക്ക് വിദേശത്തൊക്കെ ഒന്ന് കാണാൻ പറ്റുക. പത്രസമ്മേളനം കൂടെ ഈ 110 അല്ലെങ്കിൽ 120 പത്രസമ്മേളനം മൻമോഹൻ സിംഗ് നടത്തുമ്പോൾ എന്താ പ്രധാനമന്ത്രിയെ പത്രസമ്മേളനം വിളിച്ചുകൊടുക്കുന്നത്? പ്രധാനമന്ത്രി വിളിച്ചുകൊടുത്ത പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രധാനമന്ത്രിയുടെ സ്റ്റാച്ചറിന് അനുസരിച്ചുള്ള പത്രസമ്മേളനങ്ങളായിരിക്കും. അതിനകത്ത് വരുന്ന മാധ്യമപ്രവർത്തകർക്ക് നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കും. അപ്പം സൽക്കരിക്കുമായിരുന്നു ഇന്ത്യയുടെ ഗവൺമെന്റ് ഈ പത്രലേഖകരെ വിളിച്ചു വരുത്തി കൂടെ. അതായിരുന്നു കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലത്തിനാണെങ്കിൽ അതിന് മുമ്പ് വാജ്പേയിയുടെ കാലത്തും എല്ലാം നടന്നുകൊണ്ടിരുന്നതാ. ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി സൽക്കരിക്കും, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലോ അല്ലെങ്കിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ ഒക്കെ. ഇത് കഴിഞ്ഞ് വിദേശത്ത് പോകുമ്പോൾ എന്താ പ്രധാനമന്ത്രിയുടെ ഫ്ലൈറ്റിൽ തന്നെ പ്രമുഖരായിട്ടുള്ള കുറെ പത്രപ്രവർത്തകരെ കൊണ്ടുപോകും. പിന്നെ വലിയ ട്രിപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്ലൈറ്റിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഒരു 50 പരിവാരങ്ങൾ കാണാം. അവരുടെ കുടുംബാംഗങ്ങളെ തന്നെ എല്ലാവരെയും കൊണ്ടുപോകും. നമ്മളിവിടുത്തെ മുഖ്യമന്ത്രി മുമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊക്കെ നമുക്കറിയാലോ. അതുപോലെ പിന്നെ ആ വിമാനത്തിൽ ചിലപ്പോൾ സ്ഥലം കാണത്തില്ല. അപ്പൊ അടുത്തൊരു വിമാനം ചാർട്ടർ ചെയ്തും കൂടെ ഇവരെ കൊണ്ടുപോകും അവരെ മാധ്യമ പ്രവർത്തകരെ. അപ്പൊ മാധ്യമ പ്രവർത്തകർ ഗവൺമെന്റിന്റെ ചെലവിൽ ഒരു അമേരിക്കൻ യാത്ര, അല്ലെങ്കിൽ കാനേഡിയൻ യാത്ര, ഓസ്ട്രേലിയൻ യാത്ര, ന്യൂസിലാൻഡ് യാത്ര, UK യാത്ര, ഫ്രാൻസ് യാത്ര, കാനഡ യാത്ര എല്ലാം കിട്ടും. പ്ലസ് അവിടുത്തെ താമസ സൗകര്യം, ഹോട്ടലുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകളാണ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം അവർക്ക് എൻജോയ് ചെയ്യാം, ഏറ്റവും മികച്ച ഭക്ഷണങ്ങൾ കഴിക്കാം, ഏറ്റവും നല്ല സ്ഥലങ്ങൾ കാണാം. പിന്നെ ഒരു പ്രോമിനൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രധാനമന്ത്രിക്കൊക്കെ ഒപ്പം കറങ്ങി നടക്കാം. ഇതൊന്നും പറ്റുന്നില്ല. സത്യത്തിൽ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ വിദേശ യാത്രകൾ കൊണ്ടുകിടക്കേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ട് ബാങ്കുകൾ ഇപ്പോൾ ഈ 7 days a week പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം 7 days a week ബാങ്കുകൾ ഓപ്പൺ ആയിരിക്കുന്നതിന് തുല്യമാണ്. കാര്യം ATM എല്ലായിടത്തും ഉണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് എല്ലായിടത്തും ഉണ്ട്, UPI പേയ്മെന്റ്സ് 24 hours ഉണ്ട്, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം പോലുള്ള മൊബൈൽ ബാങ്കിങ് സർവീസുകൾ 24 hours കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ബാങ്കുകൾ തുറന്നിരിക്കേണ്ട എന്ന് പറയാറുണ്ട്. അതുപോലെ ടെക്നോളജിയുടെ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ മാധ്യമങ്ങളെ കൂടെ കൊണ്ടെടുക്കേണ്ട ഒരാവശ്യമില്ല. പ്രധാനമന്ത്രിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാർക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടെന്ന് നമുക്ക് അവരുടെ വിരൽ തുമ്പിൽ. അപ്പോൾ കാര്യങ്ങൾ അറിയാൻ നമുക്ക് അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ക്രിട്ടിക്കലായിട്ട് ഈ വാർത്തകൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു നല്ല വശവും മോശം വശവും കാണിച്ചു തരാൻ മാധ്യമങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്താതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അതിലൊരു ജനാധിപത്യ വിരുദ്ധത എന്നുള്ള സംഭവം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. മുമ്പ് ഇരുന്ന പ്രധാനമന്ത്രിമാർ ചെയ്തത് മോശം കാര്യമൊന്നും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നത് നല്ല കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് മാധ്യമങ്ങൾ അകറ്റി നിർത്താനാണ് താല്പര്യം. അതുവഴി ഗുണമുണ്ടോ എന്ന് വെച്ചാൽ
ഒരു ഗുണവും ഇല്ലാന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ മാധ്യമ പടയും കൊണ്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു ചാർട്ടർ വിമാനം മൊത്തം ഇവരെയും കൊണ്ടായിരുന്നു പോകുന്നത്. അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം, അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇനി ഇവിടെ ഓരോ ആഴ്ച കൂടുമ്പോൾ പത്രസമ്മേളനം പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ പ്രധാനമന്ത്രിയുടെ റെസിഡൻസിലോ ഒക്കെ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ അവർക്ക് ഭക്ഷണം ഒരുക്കണം. അവർക്ക് നല്ല ചെലവായിരുന്നു മുമ്പ്. ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളത് സത്യത്തിലൊരു കോസ്റ്റ് കട്ടിങ് മെഷർ ആയിട്ടും കൂടെ നമുക്ക് കാണാം. പ്ലസ് മാധ്യമങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയിൽ തന്നെ കൂടെ അറിയണമെന്നില്ല. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, മറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ പോർട്ട്ഫോളിയോസിൻ്റെയും മന്ത്രിമാരുണ്ട്, വകുപ്പ് സെക്രട്ടറിമാരുണ്ട്. അവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി എല്ലാം അറിയിക്കുന്നുണ്ട്. അപ്പം പക്ഷേ എന്ന് കരുതി മോദി പത്രസമ്മേളനം നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വല്ലപ്പോഴും ഒരു 6 മാസത്തെ ഒരിക്കലെങ്കിലും അദ്ദേഹം നടത്തി കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ പറച്ചിലങ്ങ് സ്റ്റോപ്പാവും. പക്ഷേ ഈ പത്രസമ്മേളനങ്ങൾ നടത്തുന്നതുകൊണ്ട് ട്രാൻസ്പെറൻസി കൂടത്തില്ലെന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയ പല പ്രധാനമന്ത്രിമാരുടെ പീരീഡിൽ ഇന്ത്യയിൽ വലിയ കുംഭകോണം നടന്നിട്ടുണ്ട്. അതേസമയത്ത് പത്രസമ്മേളനങ്ങൾ നടത്താത്ത ഈ പ്രധാനമന്ത്രിയുടെ പീരീഡിൽ ഇതുവരെയ്ക്കും അത്ര വലിയ അഴിമതി പ്രശ്നങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആകപ്പാടെ പറഞ്ഞ് ഈ അയോധ്യ വിഷയമാണ്. ഈ അയോധ്യ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി പോലും പറയത്തില്ല. കാരണം അത് അയോധ്യയിലൊരു ട്രസ്റ്റാണ് അയോധ്യ ക്ഷേത്രം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള കുറവന്മാർ കാണിച്ചതാണ്. അവന്മാരൊക്കെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം. അതിൽ യാതൊരു പരിഗണന അവരൊന്നും അർഹിക്കുന്നില്ല. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. അതിൽ ഗവൺമെൻറ്റിൽ ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അവർക്കും ശിക്ഷ കൊടുക്കണം. പക്ഷേ പത്രസമ്മേളനം നടത്താത്ത ഈ പ്രധാനമന്ത്രിയുടെ പീരീഡിൽ സത്യത്തിൽ വലിയ കുംഭകോണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്നുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുംഭകോണം ഉണ്ടായി കാണത്തില്ല. ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ അല്ലെങ്കിൽ അത് പ്രതിപക്ഷത്തിന് പരാജയമാണ്. ഒരു കുംഭകോണം ഉണ്ടായി, പക്ഷേ അത് ഉയർത്തിക്കൊണ്ടുവരാനോ ജനശ്രദ്ധയിൽ നിലനിർത്താനോ ഒന്നും കഴിയാതെ പോകുന്നതും അങ്ങനെ യഥാർത്ഥത്തിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പത്രങ്ങളെയോ പത്ര സമ്മേളനങ്ങളെയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പേടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മാധ്യമങ്ങളെല്ലാവരെയും മാക്സിമം സോപ്പിട്ട് നിർത്താൻ ശ്രമിച്ചന. വിദേശ യാത്രകൾ അദ്ദേഹം കൂടെ കൊണ്ടുപോയന. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ബസ്സിൽ കൂടെ വിളിച്ചിരുത്തി അവർക്ക് നല്ല നല്ല ഭക്ഷണവും വിളമ്പി, വേണമെങ്കിലും മദ്യം വരെ വിളമ്പുമായിരുന്നാ പറഞ്ഞ പല ഫംഗ്ഷനുകളിലും പണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫംഗ്ഷനുകളിൽ തന്നെ അതും ഒക്കെ കൊടുത്ത് ഇവരെ വിദേശത്ത് പോകുമ്പോൾ കൊണ്ടുപോയി മൊത്തത്തിൽ ഒരു സ്തുതിപാഠകരുടെ ഒരു വൃന്ദം ഇവർക്ക് ചുറ്റും പ്രധാനമന്ത്രിക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മാധ്യമങ്ങൾ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് താഴോട്ട് പോകുന്നത് കാര്യം പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അത് ഞാൻ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം 157ആണ്. പത്രസമ്മേളനങ്ങൾ ഇത്രയും നടത്തിയ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യ എന്ന് ഭരണം അവസാനിപ്പിക്കുമ്പോൾ 2013 അദ്ദേഹം ഭരണം അവസാനിപ്പിച്ചെന്ന് കൂട്ടാം. 14 മെയ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു, എന്നാലും 13 അവസാനിപ്പിച്ചെന്ന് കൂട്ടാം. 13 ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ റാങ്ക് എത്രയായിരുന്നു നോക്കണം, 140ആണ്. 12 അത് 132ആണ്. 2010 അത് 122ആണ്. 122 132 കൂപ്പുകുത്തി, 132 140 കൂപ്പുകുത്തി. അപ്പം മൻമോഹൻ സിംഗിൻ്റെ ഭരണം ഒരു ഫുൾ ഇയറിൽ അവസാനിക്കുന്നത് 2013 ആ 13 ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലെ റാങ്കാണ് ഞാൻ പറഞ്ഞ 140. അപ്പോൾ ഈ പത്രങ്ങൾ ഇത്രയും സുഖിപ്പിച്ച് നിർത്തി അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് കോടികൾ ചെലവാക്കി പിന്നീട് ഇവരെല്ലാം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം പത്രസമ്മേളനങ്ങൾ നടത്തി ഇവരെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്രയൊക്കെ മാധ്യമങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യക്ക് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ തന്നിരുന്ന റാങ്ക് അന്നും 2013 140ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് അതേ റാങ്ക് തന്നെയാണ് ഇപ്പോൾ 157 എന്ന് പറഞ്ഞാൽ 140 തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നുള്ള സംഘടനയുടെ കുഴപ്പമാണ്. അവർ ഈ പറഞ്ഞ തേർഡ് വേൾഡ് കൺട്രീസ് ആണ് അവർ കൂട്ടിയേക്കുന്ന ഇന്ത്യയൊക്കെ. ആ രാജ്യങ്ങളിലെ മാധ്യമങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തിനെയും ഒക്കെ അവർ ഇപ്പം എന്തെങ്കിലുമോ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. പിന്നെ സെൻസർഷിപ്പൊക്കെയാണ് അതേ ഒരു മെയിനായിട്ട് പറഞ്ഞത്, ഇൻ്റർനെറ്റ് സെൻസറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മൻമോഹൻ സിംഗിൻ്റെ പീരീഡിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അന്ന് കാശ്മീരൊക്കെ നിന്ന് കത്തുന്ന സമയമാണ്. അപ്പോൾ കാശ്മീരിലൊക്കെ എപ്പോഴും ഇൻ്റർനെറ്റ് ബാൻ കാണും, ന്യൂസുകളുടെ സെൻസറിങ് കാണും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പേരിലാണ് അന്ന് ഇന്ത്യയുടെ റാങ്ക് 140 അത് തന്നെയാണ് ഇന്നും ഇന്ത്യയുടെ റാങ്ക് ഇപ്പോഴും അങ്ങനെ തുടരാൻ കാരണം. ഇപ്പോഴും ഒരുപാട് ഇപ്പോൾ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇൻ്റർനെറ്റ് സെൻസറിങ് ഒക്കെ വരും. അപ്പം ഇതിൻ്റെയൊക്കെ പേരിലാണ് നമുക്ക് റാങ്ക് താഴോട്ട് പോകാൻ കാരണം. അത് മൻമോഹൻ സിംഗിൻ്റെ പീരീഡിൽ 140. അപ്പോൾ പത്രസമ്മേളനം നടത്തിയോണ്ട് ഇന്ത്യയുടെ ഈ പറഞ്ഞ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ റാങ്ക് ഇമ്പ്രൂവ് ആവത്തില്ല. ആ പറഞ്ഞ കാര്യവും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യം വലിയൊരു മണ്ടത്തരമാണ്.
അപ്പോൾ എന്തായാലും മാധ്യമങ്ങളെ പ്രൈം മിനിസ്റ്റർ പേടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അവരോട് അദ്ദേഹത്തിന് വൈരാഗ്യമാണെന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ മനസ്സിൽ വിരോധം സൂക്ഷിക്കുന്നു പ്രൈം മിനിസ്റ്റർ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പല മേഖലകളിലും പല കാര്യങ്ങളിലും. അപ്പോൾ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തിരുന്നതുകൊണ്ട് അദ്ദേഹം മാറ്റി നിർത്തുകയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം ഇലക്ഷനിൽ തുടർച്ചയായിട്ട് ജയിക്കാൻ ഈ മാധ്യമങ്ങൾ അദ്ദേഹം ഒട്ടും കൂട്ടുപിടിച്ചിട്ടില്ല. അപ്പം എനിക്ക് ഇവരില്ലാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം കൊണ്ടാണ് അദ്ദേഹം ഇവരെ അകറ്റി നിർത്തി ഇഗ്നോർ ചെയ്ത് കളയുന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി എപ്പോഴും പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അഴിമതി ഇല്ലാതാവുകയോ ട്രാൻസ്പെറൻസി കൂടുകയോ ഒന്നും ഇല്ല എന്ന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ റാങ്ക് എന്ന് പറയുന്നത് പത്രസമ്മേളനങ്ങൾ നടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ പീരീഡിൽ ഇന്ത്യക്ക് ലോകത്തിലെ ടോപ്പ് 10 കൺട്രീസിൻ്റെ കൂട്ടത്തിൽ റാങ്ക് കിട്ടേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ. അദ്ദേഹം നടത്തിയ പോലെ പത്രസമ്മേളനങ്ങൾ ലോകത്തിലെ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയും ആ കാലഘട്ടം നടത്തി കാണുന്നില്ല. പക്ഷെ അന്നും ഇന്ത്യയുടെ റാങ്ക് 140 2013 അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിക്കുന്ന വർഷവും. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.